ശ്രീയേട്ടാ, കുക്കിംഗ് ക്ലാസ് കഴിഞ്ഞില്ലേ ശ്രീയേട്ടാ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു സുജയില്ലാത്തപ്പോ ഇങ്ങോട്ട് വരരുതെന്ന്. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഇങ്ങേരി അപ്പുറത്തിരിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെമ്പിള്ളേർക്ക് മാത്രമേ ക്ലാസ് എടുക്കത്തുള്ളൂ. ആർക്ക് ക്ലാസ് എടുക്കുന്നത് തീരുമാനിക്കുന്നതേ ഞാനാ. വന്നേക്കണവള് വെറുതെ വായിട്ടലക്കാതെ നിന്റെ പാട് നോക്കി പോടി. ആവശ്യക്കാരനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. വേണ്ട വേണ്ട, എന്റെ പട്ടി വരും ഇനി. എന്തായി പരിപ്പ് വെന്തോ? വെന്തു സർ. എങ്കി പിന്നെ നോക്കി നിൽക്കാതെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിടൂ കുട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്? ഒന്നുകൂടി പറഞ്ഞുതരാം. തക്കാളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുളക്, സവാള, മല്ലിയില, മുരിങ്ങയ്ക്ക. ഇങ്ങോട്ട് വാടാ ഐറ്റം വേണം. ഇനി ഇവിടുന്ന് കേട്ടോ, അങ്ങോട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരാം. കണ്ടളിയാ മുട്ടി നോക്കാം. മുട്ടാതെ തന്നെ കിട്ടിക്കോളൂ. ട്യൂഷൻ കഴിഞ്ഞോ? ഇല്ല, ഹിന്ദി. പിന്നെ വായിനോട്ടോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ആക്കിയോ? അതല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു. വാ വാ. എന്ത് രമേശ? 2 ദിവസമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കണം. ഞങ്ങക്കേ ഈ പാചകം പഠിച്ചാ കൊള്ളാന്നുണ്ടായിരുന്നു. ആക്കണോ? അയ്യോ സത്യം, ഒരു കൈത്തൊള്ളറിഞ്ഞിരിക്കുന്ന നല്ലാണല്ലോ. മാത്രല്ല ഇപ്പൊ ആണുങ്ങള് പാചകം ചെയ്യുന്ന ഒരു ഫാഷനല്ലേ? പക്ഷേ ഇവിടെ സീറ്റ് കുറവാ. വലിയ വലിയ കോഴ്സുകൾക്ക് സീറ്റ് കുറവാണെന്ന് അറിയാം. ഞാൻ ഉദ്ദേശിച്ച അതല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയില്ലെന്ന്. സാരില്ല, ഞങ്ങള് തറയിലാണെങ്കിലും ഇരിക്കും. ആണോ? പക്ഷേ ഇവിടെ ഫീസ് അല്പം കൂടും. ഒരു കുഴപ്പമില്ല, എത്രയെന്ന് വെച്ച് തന്നേക്കാം. ശരി, എന്നാ കയറിയിരുന്നോ. അയ്യോ കോളടിച്ചളിയാ. സമ്മതിച്ചു. ഇനി നമുക്ക് വേവ് നോക്കാം. ഓ, സീറ്റ് ഇപ്പൊ പ്രശ്നമല്ല. അയ്യോ, അത് എന്റെ സീറ്റാ. ഓ, ഇത് കുട്ടിയുടെ സീറ്റാണ്. സോറി കേട്ടോ. സിലബസ് ടഫാണോ? ഈസിയാ. എന്നാലും കമ്പൈൻ സ്റ്റഡി വേണ്ടി വരും അല്ലേ? രമേശോ, അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ല? ഇവിടെ കിടന്ന് കന്നന്തരിവ് കാണിച്ചോണ്ടല്ലോ, 2 എണ്ണത്തിന് നല്ല പെടന്ന് ഞാൻ പറഞ്ഞേക്കും. ഞാനിനി നന്നായിട്ട് പഠിച്ചോളാം ടീച്ചർ. ഓർമ്മയുണ്ടല്ലോ. കുട്ടി, ഉപ്പ് നോക്കൂ. ശ്രീയേട്ടാ, ഈ സാരി ഒന്ന് തേച്ചു തരൂലോ? പിന്നെന്താ, നിന്റെ പല്ല് വരെ ഞാൻ ലഡി തേച്ചു തരുന്നു. ഇങ്ങോട്ടോ. നാളെ ഓഫീസിൽ ഓഡിറ്റിംഗ് ഉള്ളതാ. ഏയ് നിക്ക് 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 നിക്ക്. നാളെ നീ ലീവല്ലേ? നാളെ മോളുടെ ഡാൻസ് ഉള്ളല്ലേ സ്കൂളില്, നമുക്ക് ഒന്നിച്ച് പോണ്ടേ? അത് ശ്രീയേട്ടനങ്ങ് കൊണ്ടുപോയാ മതി. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കില്ല. ശ്രീകുട്ടി, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. അമ്മയ്ക്ക് നാളെ ഓഡിറ്റിംഗ് ഉണ്ട്, പോയേ പറ്റുമോളെ. സുജ, ഒരു ദിവസം ലീവ് എടുത്തു വെച്ച് നിന്റെ ബാങ്ക് പൊളിഞ്ഞൊന്നും പോയില്ലോ. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അയ്യോ നടക്കില്ല ശ്രീയേട്ടാ. ഞാനും ഡാൻസ് കളിക്കില്ല. നിന്റെ അമ്മയോട് പോയി പണി നോക്കാൻ പറയടി പോത്ത്. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. മോൾക്ക് അച്ഛൻ മേക്കപ്പ് ഇട്ട് തരും. മോള് വാ, ഡ്രസ് മാറ്റണ്ടേ? എവിടെ ചെയ്യും? അച്ഛാ, എനിക്ക് ഇന്നത്തെ ഡാൻസിന് പ്രൈസ് കിട്ടോ? എന്റെ മോള് നന്നായിട്ട് കളിച്ച മോൾക്ക് തന്നെ കിട്ടും. നീ അങ്ങോട്ട് എന്നേ. ഹലോ, എത്ര നേരമായി മേക്കപ്പ് ചെയ്യുന്നു? ഈ കുട്ടി ഡാൻസിനാണോ അതോ ഫാൻസി ഡ്രസ്സിനാണോ? അയ്യോ, ഡാൻസിന്. നാടോടി നൃത്തം, ചണ്ടാല കുലത്തിലെ പെണ്ണ്. താനൊന്ന് പുറത്തേക്ക് നിന്നേ. എന്തിന്? ഡ്രസ് മാറണം. മാറിക്കോ. തന്നോടല്ലേ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞേ? അതിന് ഡ്രസ് മാറുന്നത് അമ്മയാണോ മോളാണോ? താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, പുറത്തേക്ക് നിന്നാ മതി. എന്റെ പൊന്നോ, പോയേക്കാമേ. വാ മോളെ, നമുക്ക് ആ റോഡിലും കാണിച്ചു നിന്ന് മേക്കപ്പ് ചെയ്യാം. വാ. ഓ, എന്റെ ട്രീസെ എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന്? അച്ഛാ, ഈ കുട്ടിക്കാ ഡാൻസിന് എപ്പോഴും ഫസ്റ്റ്. ആണോ? മോള് ഇവിടെ തന്നെ നിക്കണേ, അച്ഛനിപ്പോ വരാം. നമസ്കാരം. ആ കളിക്കണത് എന്റെ മോളാ ദിവ്യ. നന്നായിട്ട് ഡാൻസ് ചെയ്യും. സാറൊന്ന് അറിഞ്ഞ് മാർക്കറ്റ് പ്രോത്സാഹിപ്പിച്ച പുറത്ത് വരുമ്പോ ഞാൻ കണ്ടോളാം. സോറി സോറി സോറി. ലാസ്റ്റ് കണ്ട
അസിസ്റ്റന്റ് ശ്രീകുട്ടി ശ്രീകുമാർ. പുണ്യം പൂക്കുന്ന ഗംഗാതടം അവിടെ ശ്മശാനഘട്ടം കാളിഘട്ടം ആത്മാവുപേക്ഷിച്ച ജഡങ്ങൾ മറവ് ചെയ്യും കണ്ടാല കുലത്തിലെ പെണ്ണ് ഞാൻ ഗംഗാദാസന്റെ മോള്. ഫസ്റ്റ് പ്രൈസ് ഈ കുട്ടിക്ക് കൊടുക്കാം. ഇതിനു മുമ്പ് വന്ന കുട്ടിയുടെ തന്ത എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്തതാ. ഇതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് നിന്റെ അമ്മയൊന്ന് ഞെട്ടും. ഈ കപ്പും പൊക്കി പിടിച്ചോണ്ട് ബാങ്കിലെ ആൾക്കാരോട് തള്ളാൻ പോകുന്നൊരു തള്ളലെന്റെ അമ്മോ. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലേ മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന അച്ഛനാന്ന് പറഞ്ഞേക്കണേ. അച്ഛാ, ഇതെങ്ങനെ എനിക്ക് കിട്ടി? അതോ ഇനി അവർക്ക് ആള് മാറിപ്പോയതാണോ? എടി തലക്കെട്ടിയ ഒരു കിഴക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ മേടിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. അതൊന്ന് നല്ലോണം പൊക്കി പിടിക്ക്, 4 പേര് കാണട്ടടി. മോള് ഇവിടെ തന്നെ ഇരുന്നോ, അച്ഛൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. പിടിച്ചിരുന്നോണേ. ആരാത്? ശ്രീകുട്ടിയോ? എത്ര നാളായി കണ്ടിട്ട്. ഇത് മോക്ക് കിട്ടിയതാ? മിടുക്കി, കൺഗ്രാചുലേഷൻ. ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ സുജി ഒന്ന് കണ്ടിട്ട് വരാം. അതെ ശ്രീകുമാറേ, സുജ ഇവിടെ ഇല്ല. രാവിലെ ഒപ്പിട്ടിട്ട് മുങ്ങി. മുങ്ങ്? എങ്ങോട്ട്? ടോമി വന്നിരുന്നു. ടോമിയോ? ആ, കാഞ്ഞിരപ്പള്ളിക്കാരൻ ടോമി ഈപ്പൻ ദേവസി. പറഞ്ഞു വന്നപ്പോ ടോമിയെ ഞാൻ അറിയും. എന്റെ അനന്തരവൻ കെട്ടിയിരിക്കുന്ന അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്ല. ആ വഴിക്ക് എനിക്ക് ഇയാളെ അറിയാവുന്നു. ഈ ടോമി നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ അല്ലേ? എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. ഇന്ന് പോകുന്ന കാര്യം സുജയനോട് പറഞ്ഞിരുന്നതാ, ഞാൻ മറന്നതാ. ശരിയപ്പോ വരട്ടെ. ശ്രീയേട്ടാ, മോളെവിടെ? ഇടന്നിരും ആണല്ലോ. ഇറങ്ങുന്നില്ല, ലേറ്റായി. പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ. നിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞോ? കുറെ കാലം കഴിഞ്ഞ് കാണുന്നല്ലേ അവനെ. സമയം തികഞ്ഞു കാണൂല്ലോ. എന്ത് സംസ്കാരം ഇല്ലാത്ത വർത്താന ശ്രീയേട്ട പറയണേ. നിനക്ക് കാണിക്കാം, ഞാൻ പറയുന്നതിലാണ് തെറ്റല്ലേ? കുഞ്ഞിന് വേണ്ടി അവൾക്കൊരു ദിവസം ലീവ് എടുക്കാൻ പോലും വയ്യ. അത് എന്റെ ശ്രീയേട്ട, ടോമിച്ചായൻ ഓഫീസിൽ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര കാലായി കണ്ടിട്ട്. ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് ടോമിച്ചായൻ പറഞ്ഞപ്പോ. അവളുടെ ഒരു ടോമിച്ചായൻ ഒരൊറ്റ ചവിട്ട് തരാൻ എനിക്ക് തോന്നിയത്. ആ കുഞ്ഞിന് ഓർത്തിട്ടാ. അവനുള്ള ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. എന്തടി ഒന്നും മിണ്ടാത്തത്? രണ്ടു കൈയും കൂട്ടിയടിച്ചാലല്ലേ ഒച്ച കേൾക്കും. നേരം വെളുത്ത് അന്തിയാവോളം ഒരുത്തനിവിടെ അടുപ്പി കിടന്ന് ഊതുന്നില്ലേ? അതിനൊന്നും ഇവിടെ ആർക്കും ഒരു വിലയില്ല. അതെങ്ങനെ? ഞാനിവിടുത്തെ വെറും അടുക്കളക്കാരനല്ലേ? വന്ന് കേറുമ്പോ ഉരുട്ടി വിഴുങ്ങാനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ? വാടി, നാളെ മുതൽ അങ്ങോട്ട് വാ, ഞാൻ ഊട്ടിത്തരാം. ചായ. അമ്മ പോയിട്ട് വരാട്ടോ. ടിഫിനും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കണേ.
അതെ ഞാൻ പിന്നെ അല്ല ഈ ചുവന്ന ഷൂ എവിടെ നിന്ന് വെച്ചത്? ദേ, എന്റെ അടുത്ത് തന്നെ തോന്നണം അന്നത്തെ പോലെ പേടിച്ച്. ഷോളൊക്കെ ഇങ്ങനെ തറയിട്ട് കഴിക്കാതെ ശ്രദ്ധിക്കണ്ടേ? നിങ്ങളെങ്ങോട്ടാ? ട്യൂഷന് അതെ സാറല്ലേ? ഞാനിവിടെ ഉണ്ട്, വന്നോളൂ. അതെ, കേറാൻ വരട്ടെ. സർ ട്യൂഷൻ നിർത്തി. ട്യൂഷൻ മാത്രമല്ല, പാചകവും. നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ പോവല്ലേ? ഇതൊരുമാതിരി ചതിയായി പോയത്. അച്ഛാ എന്ത് പറ്റി അച്ഛാ? ആ